നമസ്കാരം, MSU ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനം സാമൂഹിക പരിഷ്കരണങ്ങൾ അഥവാ കേരളത്തിൽ വന്ന സാമൂഹിക പരിഷ്കരണങ്ങൾ നവോത്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായി ക്ലാസ്സുകൾ കേൾക്കുക, മനസ്സിലാക്കുക. ഇതിന് മുമ്പ് ധാരാളം ക്ലാസ്സുകൾ PSC അനുബന്ധമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ കേൾക്കാത്ത ആളുകളൊക്കെ അത് നിർബന്ധമായും കേട്ട് മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സാമൂഹിക പരിഷ്കരണങ്ങൾ കേരള നവോത്ഥാനം എന്ന കേരള നവോത്ഥാനത്തെക്കുറിച്ചാണ്. അവിടെ കേരള നവോത്ഥാനത്തിൽ സമൂഹത്തിൽ അതായത് കേരളത്തിലുണ്ടായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ, അതിനുണ്ടായ സംഘടനകൾ, സമാജ രൂപീകരണങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, സാമൂഹിക പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 19-20 നൂറ്റാണ്ടുകളിലാണ് കേരളത്തിലേക്ക് കടന്നു വരുന്നത്, കേരളത്തിലേക്ക് നവോത്ഥാനം രൂപം കൊള്ളുന്നത്. പ്രത്യേകിച്ച് കൃത്യമായി പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിലാണ് എന്താകുന്നത്, കേരള നവോത്ഥാനം ആരംഭിക്കുന്നത്. എവിടെ? കേരളത്തിൽ നവോത്ഥാനം ആരംഭിക്കുന്നത് 19-ാം നൂറ്റാണ്ടിൽ. എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് ഈ നവോത്ഥാനം രൂപം കൊണ്ടതെന്ന് പറയുന്നത്? സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സംസ്ഥാനത്തിൽ ധാരാളം അസമത്വങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ നടന്നിരുന്നു. നമ്മളതിൽ മെയിനായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അധികവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് സതിയെക്കുറിച്ചാണ്. സതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഭർത്താവ് മരിച്ചാൽ പിന്നീട് ഇവിടെ ഈ ലോകത്ത് ഭാര്യയ്ക്ക് ജീവിക്കാൻ എന്തില്ല, അവകാശമില്ല. അഥവാ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിനെ കരിച്ചു കളയുന്ന ചിതയിലേക്ക് ഭാര്യ സ്വയം എടുത്തു ചാടിയിട്ട് അവിടെ നിന്ന് എന്താക്കണം, ജീവൻ എടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു അനാചാരം, അന്ധവിശ്വാസം കേരളത്തിൽ നിലനിന്നിരുന്നു. ഇതിനൊക്കെ എതിരെ ധാരാളം ആളുകൾ ധാരാളം സാമൂഹിക പ്രവർത്തകന്മാരെന്താക്കിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഓരോ അനാചാരങ്ങൾക്കുമെതിരെ പോരാടി ഇവിടെ കേരളത്തെ സംശുദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേരളത്തിൽ ധാരാളം ജാതി വ്യവസ്ഥകൾ, തൊട്ടുകൂടായ്മ, തീണ്ടികൂടായ്മ, മേൽജാതിക്കാർ നടക്കുന്ന ആൾക്കാർ വഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർ എന്താക്കാൻ നടക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ധാരാളം അസമത്വങ്ങൾ എന്താക്കിയിട്ടുണ്ട്, കേരളത്തിൽ നിലനിന്നിരുന്നു. പക്ഷെ ഇതിൽ നിന്നെല്ലാം, ഈ ഒരു അസമത്വത്തിൽ നിന്നെല്ലാം ഇവർക്കൊരു ബോധം, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം, ഇങ്ങനെയൊന്നും ഒരാവശ്യമില്ല, ഇങ്ങനെയൊന്നും ലോകത്ത് നടക്കുന്നില്ല എന്നുള്ള ബോധം, ഈ ഒരു ജാതി വ്യവസ്ഥയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടണം എന്നുള്ളൊരു ബോധം ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് യൂറോപ്യന്മാരുടെ കടന്നുവരലിലൂടെയാണ് കിട്ടുന്നത്. അവരുടെ ഇടപെടൽ, യൂറോപ്യന്മാരുടെ ഇടപെടൽ മൂലമൊക്കെ ആയിരുന്നു ഇവർക്കത് കിട്ടുന്നത്. യൂറോപ്യന്മാരുടെ ഇടപെടൽ മൂലം ആധുനിക വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രചാരം ലഭിച്ചു. അഥവാ യൂറോപ്യന്മാർ, നമ്മൾ പറഞ്ഞു, ഇവിടെ കേരളത്തിലേക്ക് ആഗമനം ചെയ്തപ്പോൾ അവരിവിടെ കൊണ്ടുവന്ന പരിഷ്കരണങ്ങളും കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1600 കാലഘട്ടങ്ങളിലൊക്കെ എന്താക്കിയിട്ടുണ്ട്, യൂറോപ്യന്മാരുടെ കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച 1480 ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു ആദ്യമായിട്ട് പോർച്ചുഗീസുകാരൊക്കെ. 98-ലാണ് വാസ്കോ ഡ ഗാമ വന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ മുമ്പുള്ള ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അതൊക്കെ. അപ്പം അവരുടെ ഈ ഒരു കടന്നു വരൽ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു അസമത്വത്തിൻ്റെ ആവശ്യമില്ല എന്ന് വരെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ആ വിദ്യാഭ്യാസം, ഇവിടെയുള്ള ആളുകൾ പുറത്തു പോയിട്ട് പഠിക്കുക, പുറം രാഷ്ട്രങ്ങളിൽ പോയി പഠിക്കുക, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് എന്താക്കുക, വിദ്യാഭ്യാസം ലഭിക്കലോടുകൂടെ ആ ഒരു വളരെയധികമുള്ള പ്രചാരം എന്താക്കി, ഇവിടെ ഇങ്ങനെ ഒരു അസമത്വത്തിനെതിരെ പ്രവർത്തിക്കണം, ഇങ്ങനൊരു അസമത്വം ഇവിടെ ആവശ്യമില്ല, അന്ധവിശ്വാസങ്ങളാണ് എന്നുള്ളൊരു ബോധം മനുഷ്യരിലേക്ക് കടന്നു വരികയാണ്. പിന്നെ ഒരു കാരണമെന്ന് പറയുന്നത് പാശ്ചാത്യ ആചാരമായിട്ടുള്ള സമ്പർക്കമാണ്. പാശ്ചാത്യ തരത്തിലുള്ള ആചാരങ്ങളിലേക്ക് ഇവർ കടന്നു ചെല്ലുമ്പോൾ ഇവിടെ ഈ സതി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ശൈശവിവാഹം എന്ന് പറയുന്നതോ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാവുകയാണ്. ഇവർക്ക് മനസ്സിലായി, ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത് വെറും ഈ ഒരു സതി എന്ന് പറയുന്ന അതൊക്കെ വെറും അന്ധവിശ്വാസമാണ്, സ്ത്രീകൾക്ക് അതിനുശേഷം ഇവിടെ ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ കടന്നു വരവിലൂടെയും ഇവരുടെ ആ ഒരു വിദ്യാഭ്യാസം നേടലിലൂടെയും ഇവിടെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാമുഖ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഇവരുടെ ഒരു കടന്നു വരവിലൂടെയാണ് നമ്മൾക്കിവിടെ എന്ത് ഈ ദോഷങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ഈ കടന്നു വരവിലൂടെയാണ് ഇതുപോലുള്ള അസമത്വങ്ങളെല്ലാം എന്താക്കുന്നത്, ഇവിടെ
ഇല്ലായ്മ ചെയ്യപ്പെട്ടത്. ഓക്കെ, അങ്ങനെ കേരളത്തിൽ എന്താക്കുകയാണ്, സാമൂഹിക പരിഷ്കരണം ആരംഭിക്കുകയാണ്. അതായത് കേരളത്തിൽ നമ്മൾ പറഞ്ഞു അസമത്വങ്ങൾക്കെതിരെ പോരാടാൻ തുടങ്ങി. അങ്ങനെയുള്ള കേരളത്തിൽ പരിഷ്കരണം ആരംഭിച്ചതാരാണ്? അത് മധ്യവർഗക്കാരാണ്. കാരണം ഇതിൽ നിന്നൊക്കെ ഒരു വിട്ടു നിൽക്കുന്ന മേൽക്കോയ്മയൊക്കെ ഉണ്ടായിരുന്നത് ഉയർന്ന ജാതിക്കാർക്കായിരുന്നു. അതിൽ നിന്നുള്ള താഴ്ന്ന ജാതിക്കാരെന്ന് പറയുമ്പോൾ ഒന്നും തന്നെ അറിയാതെ താഴ്ന്ന ഡള്ളായിരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു. എങ്കിൽ ഈ മധ്യവർഗ്ഗക്കാരെന്താക്കുകയാണ്, ഇതിനെതിരെ പോരാടാൻ തുടങ്ങുകയാണ്. അവർ ഈ താഴ്ന്ന വർഗ്ഗക്കാരെയും കൂടി കൂട്ടിയിട്ടാണ് ഇതിനെതിരെ എന്താക്കുന്നത്, പോരാടുന്നത്. അപ്പോൾ ഈ മധ്യവർഗ്ഗക്കാരാണ് ഇങ്ങനെയുള്ള ഒരു സാമൂഹിക അല്ലെങ്കിൽ കേരളത്തിൽ നവോത്ഥാനം, സാമൂഹിക പരിഷ്കരണം എന്താക്കുന്നത്, കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിൽ ഈ ഒരു സാമൂഹിക പരിഷ്കരണം ഇവരുടെ കാരണം കൊണ്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അന്ന് ദേശീയ തലത്തിൽ ധാരാളം സാമൂഹിക പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ദേശീയ തലത്തിലുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളായിരുന്നു ആര്യ സമാജം, അതുപോലെ തിയോസഫിക്കൽ സൊസൈറ്റി, ബ്രഹ്മസമാജം എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു സമാജങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അത് കേരളത്തിൽ വലിയ രീതിയിൽ എന്താക്കിയിട്ടില്ല, പ്രചാരം ലഭിച്ചില്ല. കേരളത്തിൽ അവിടെ അതിൻ്റെ ആര്യ സമാജത്തിനോ അല്ലെങ്കിൽ തിയോസഫിക്കൽ സൊസൈറ്റിക്കോ ബ്രഹ്മസമാജം പോലുള്ള സമാജങ്ങൾക്ക് വലിയ രീതിയിൽ പ്രാമുഖ്യം ലഭിച്ചില്ല, അല്ലെങ്കിൽ സ്വീകാര്യത ലഭിച്ചില്ല. അങ്ങനെ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു ഇവിടെ മുളക്കില്ലെന്നുണ്ട്. അപ്പോൾ അതിന് ശാഖകളുണ്ടാകും. നമ്മളൊരു മരം നട്ടിട്ടുണ്ടെങ്കിൽ ആ മരത്തിന് എന്തെങ്കിലും വേരുണ്ടാവും, അതിന് ധാരാളം ചില്ലുകളും ശാഖകളൊക്കെ ഉണ്ടാവും. അതുപോലെ ഇതിൻ്റെ കീഴിൽ ധാരാളം ശാഖകൾ ഉണ്ടാകാൻ തുടങ്ങുകയാണ്. ഏതിൻ്റെ കീഴിൽ? ഈ ദേശീയ പ്രസ്ഥാനങ്ങളുടെ കീഴിൽ. അങ്ങനെ അതിൻ്റെ ശാഖകളെല്ലാം കേരളത്തിൽ പ്രവർത്തിച്ചു വന്നത്. അങ്ങനെ ആയിരുന്നു നമ്മൾ പറഞ്ഞ പോലെ ഇതിന് ഇവിടെ വളരാൻ സാധിക്കാതിരുന്നത്. പൊതുവെ ഒരു ശാഖ വന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ എന്താക്കും, അത് വെട്ടിക്കളയും. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനങ്ങൾ വളരെയധികം ഇവിടെ ചെലവഴിഞ്ഞില്ല. അപ്പോഴാണ് പ്രാദേശിക തലത്തിൽ അഥവാ കേരളത്തിലെ പ്രാദേശിക തലങ്ങളിൽ എന്താക്കുകയാണ്, പുതിയ പ്രസ്ഥാനങ്ങൾ അഥവാ ഇതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടിട്ട് ഒരു പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചു വരികയാണ്. എവിടെ? കേരളത്തിൽ. ആ ഒരു പ്രാദേശിക പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വല്ലാതെ സ്വാധീനിച്ചു. വല്ലാതെ എത്രത്തോളം എന്ന് പറയുമ്പോൾ ചില അന്ധവിശ്വാസങ്ങൾ പാടെ ഈ കേരളത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റുന്ന രീതിയിൽ തന്നെ, ചിലതെന്നല്ല ഏകദേശം എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഈ ഒരു കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്ന രീതിയിലുള്ള സ്വീകാര്യത ഈ പ്രാദേശിക പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കുകയാണ്. അങ്ങനെയുള്ള പ്രാദേശിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് ആദ്യത്തിൽ നമ്മൾ പ്രാദേശിക പ്രസ്ഥാനങ്ങൾ ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്? സമത്വ സമാജത്തെക്കുറിച്ചാണ്. സമത്വ സമാജത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനമാണ് ഏത്? സമത്വ സമാജം എന്ന് പറയുന്നത്. കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് അഥവാ നമ്മൾ ദേശീയ തലത്തിൽ അന്ന് ആര്യ സമാജം പോലുള്ള സമാജങ്ങൾ ഉണ്ടെങ്കിലും അത് കേരളത്തിൽ ഫലവത്താകാത്ത കാരണത്താൽ കേരളത്തിൽ പ്രാദേശിക പ്രസ്ഥാനം വരുന്നു. അങ്ങനെ വരുന്ന പ്രസ്ഥാനമാണ് സമത്വ സമാജം. ഈ സമത്വ സമാജം കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനമായിട്ട് മാറുകയാണ്. ഈ സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികൾ. എപ്പോഴാണ്? 1836 വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം എന്ന് പറയുന്ന പ്രാദേശിക പ്രസ്ഥാനം അല്ലെങ്കിൽ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇതെന്താണ്? ഈ സമത്വ സമാജത്തിൽ പറയുന്ന സമത്വം എന്ന് പറഞ്ഞാൽ തന്നെ, ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവരും സമന്മാരാണ്, ആരും തമ്മിൽ വേർതിരിവില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് വൈകുണ്ഠസ്വാമികൾ ഇവിടെ കൊണ്ടുവരുന്നത്. അഥവാ ജനങ്ങളെല്ലാവരും സമന്മാരാണ്. ആ ഒരു ബോധം ജനങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ തുടക്കത്തിൽ തന്നെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, മേൽജാതിക്കാർ, താഴ്ന്ന ജാതിക്കാർ എന്നൊക്കെ നമ്മൾ പറയാൻ കാരണം ഈ മേൽജാതിക്കാർ നടക്കുന്ന വഴിയിലൂടെ ആര് നടക്കാൻ പാടില്ല? താഴ്ന്ന ജാതിക്കാർ നടക്കാൻ പാടില്ല. മേൽജാതിക്കാർ കയറുന്ന അമ്പലത്തിൽ ആർക്ക് പോകാൻ പാടില്ല? താഴ്ന്ന ജാതിക്കാർക്ക് പോകാൻ പാടില്ല. എല്ലാത്തിനും മേൽക്കോയ്മ മേൽജാതിക്കാർക്ക് മാത്രമായി വരികയാണ്. മേൽജാതിക്കാർ എടുക്കുന്ന വെള്ളം അഥവാ കിണറിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിൽ എന്താക്കാൻ പാടില്ല? താഴ്ന്ന ജാതിക്കാർക്ക് എടുക്കാൻ പാടില്ല എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേൽജാതിക്കാർ, താഴ്ന്ന ജാതിക്കാരെന്നും പറഞ്ഞിട്ട് ധാരാളം പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്തായിരുന്നു സമത്വ സമാജം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്.
അപ്പോൾ എന്താണ്, ജനങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്, നമ്മളെല്ലാവരും സമന്മാരാണ്, നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, എന്തുകൊണ്ട് താഴ്ന്ന ജാതി കീഴ്ജാതി എന്ന് പറയുന്ന ഒരു മനുഷ്യ സമൂഹം തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നു, ഒരു വേർതിരിവ് കാണിക്കുന്നു എന്ന് മനുഷ്യരിലേക്ക് ഒരു ബോധം ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് വൈകുണ്ഠസ്വാമികൾ 1836 സമത്വ സമാജം എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്, രൂപീകരിക്കുന്നത്. ഇതെവിടെയാണ് രൂപീകരിച്ചത്? സമത്വ സമാജം രൂപീകരിക്കുന്നത് അത് ശുചീന്ദ്രം, എവിടെയാണ്? ശുചീന്ദ്രം, കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇത് രൂപീകരിച്ചത്. കാരണം നമുക്കറിയാം കന്യാകുമാരി കേരളത്തിൽപ്പെട്ട സ്ഥലമായിരുന്നു, പിന്നീട് അത് തമിഴ്നാട്ടിലേക്ക് പോയതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. ഓക്കെ, അത് നമ്മൾ ചർച്ചയിലേക്ക് എടുക്കുന്നില്ല. ഈ കന്യാകുമാരിയിലെ ശുചീന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്താക്കുന്നത്, സമത്വ സമാജം എന്ന് പറയുന്ന സാമൂഹിക പ്രസ്ഥാനം, കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം എന്താക്കുന്നത്, രൂപീകരിച്ച സ്ഥലം അല്ലെങ്കിൽ സ്ഥാപിച്ച സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ സാധുജന പരിപാലന സംഘം. ഏതാണ് രണ്ടാമത്തെ പ്രാദേശിക പ്രസ്ഥാനം അഥവാ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത്? കേരളത്തിൽ തുടക്കം കുറിച്ചത് സാധുജന പരിപാലന സംഘം. ഈ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത് രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളി. എപ്പോഴാണ് രൂപീകരിക്കുന്നത്? 1907. എപ്പോഴാണ്? 1907. മാറിപ്പോയത് 1836 ഏതാണ്? സമത്വ സമാജമാണെങ്കിൽ 1907 ഏത്? സാധുജന പരിപാലന സംഘം. സമൂഹത്തിലെ അസമത്വങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രസ്ഥാനം രൂപീകൃതമായത്. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം എന്താക്കുന്നത്, രൂപീകൃതം ആയത്. എപ്പോഴാണ് പരിപാലന സംഘം രൂപീകരിച്ചത്? 1907. മാറിപ്പോയത് 1836 ഏതാണ്? സമത്വ സമാജം. ഓക്കെ, ഈ ഒരു സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഏത് സംഘത്തിൻ്റെ? ഈ സമത്വ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? ഒന്ന്, താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം. നമ്മൾ പറഞ്ഞു, മേൽജാതിക്കാരെ നടന്നു പോകുന്ന വഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാൻ പോലും അവകാശമില്ലായിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുക. അതുപോലെ തന്നെ സ്കൂൾ പ്രവേശനം ലഭിക്കുക. ഏത്? സ്കൂൾ പ്രവേശനം. മേൽജാതിക്കാർ പഠിക്കുന്ന സ്കൂളിൽ, പാഠശാലകളിൽ താഴ്ന്ന ജാതിക്കാർ പഠിക്കാൻ തന്നെ പാടില്ലായിരുന്നു. ആ ഒരു അസമത്വം അല്ലെങ്കിൽ ആ ഒരു മേൽജാതി കീഴ്ജാതി എന്നുള്ള വേർതിരിവ് ഒഴിവാക്കിയിട്ട് സ്കൂൾ പ്രവേശനം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കൂൾ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഏതിൻ്റെ? സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഈ സാധുജന പരിപാലന സംഘം ഉണ്ടാക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായത് ഏതാണ്? SNDP. ഏതാണ്? SNDP എന്ന് പറയുന്ന സംഘടനയാണ്. നമുക്ക് സാധുജന പരിപാലന സംഘത്തിനൊരു പത്രമുണ്ടായിരുന്നു. ഇതിൻ്റെ മുഖപത്രം എന്ന് പറയുന്ന സാധുജന പരിപാലിനി. ഏതാണ്? സാധുജന പരിപാലിനി. 1913 ഇറങ്ങിയ സാധുജന പരിപാലിനി എന്ന പത്രമാണ് ഈ ഒരു സംഘത്തിൻ്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ്. ഏത് പത്രം? ദളിത് പത്രമാണ്. ഏത്? സാധുജന പരിപാലനി എന്ന് പറയുന്ന 1913 ഇറങ്ങിയ പത്രം. ഇത് പുറത്തിറക്കിയത് ചങ്ങനാശ്ശേരിയിലെ, എവിടെ? ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നാണ്. എവിടെ? ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നാണ് ഈ ഒരു പത്രം എന്താക്കുന്നത്, ഇറക്കുന്നത്. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം? ഏതാണ്? സാധുജന പരിപാലനി. ഇത് പുറത്തിറക്കിയതപ്പോൾ 1913. അതിനോട് കൂടെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ സാധുജന പരിപാലനി എന്ന് പറയുന്ന മുഖപത്രം പുറത്തിറക്കിയ പ്രസ് ഏതാണ്? ഏതാണ്? സുദർശന. ഏതാണ്? സുദർശന. എവിടെ? ചങ്ങനാശ്ശേരിയിലെ സുദർശന എന്ന് പറയുന്ന പ്രസ്സിൽ നിന്നാണ് ഈ ഒരു പത്രം പുറത്തിറക്കുന്നത്. ഈ പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ എന്ന് പറയുന്നത് ചെമ്പന്തറ കാളി ചോതിക്കറുപ്പൻ. ചെമ്പന്തറ കാളി ചോതിക്കറുപ്പൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ. ഏത് പത്രത്തിൻ്റെ? സാധുജന പരിപാലനി എന്ന് പറയുന്ന പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ. പിന്നീട് കാലങ്ങൾക്ക് ശേഷം, അഥവാ 1907 രൂപീകരിച്ച സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘം പിന്നീട് ഏകദേശം ഒരു 10-30 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേര് മാറ്റി. ഏതാണ്? പുലിയ മഹാസഭ.
ഈ പുലിയ മഹാസഭ എന്ന് മാറ്റിയത് 1938. എപ്പോഴാണ്? 1938. എന്തായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ? 1938 പുലിയ മഹാസഭ സാധുജന പരിപാലന സംഘം എന്ന് മാറ്റുന്നത്. ഈ സാധുജന പരിപാലന സംഘം അല്ലെങ്കിൽ പുലിയ മഹാസഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാൻ അഥവാ മേൽജാതിക്കാർ നടക്കുന്ന ആ വഴിയിലൂടെ എന്താക്കുക? യാത്രാ സ്വാതന്ത്ര്യം ലഭിക്കുക, സ്കൂൾ പ്രവേശനം, പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യവും സ്കൂൾ പ്രവേശനം, ഇതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സമത്വ സമാജത്തിൻ്റെയോ എല്ലാ ആളുകളും സമത്വരാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഏതാണ്? യോഗക്ഷേമ സഭ. ഏതാണ്? യോഗക്ഷേമ സഭ 1908 ജാനുവരി 31 രൂപീകരിച്ച സഭയാണ് യോഗക്ഷേമ സഭ. ഈ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ആലുവയിൽ. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ട്? എവിടെയാണ്? ആലുവയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ആദ്യ സഭ നടക്കുന്നത്, ആദ്യ സമ്മേളനം നടക്കുന്നത്. ഈ സഭയുടെ അഥവാ ഈ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഈ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ സഭയുടെ പ്രധാന അംഗമെന്ന് പറയുന്നത് VT ഭട്ടതിരിപ്പാടാണ്. ആരാണ്? VT ഭട്ടതിരിപ്പാട്. ചോദ്യത്തിൽ പ്രധാനം അംഗം എന്നുള്ളതിന് പകരം ഈ സഭ യോഗക്ഷേമ സഭ സ്ഥാപിതൻ ആരാണ്, സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആരാണ്? VT ഭട്ടതിരിപ്പാട്. ആരാണ്? VT ഭട്ടതിരിപ്പാട്. മാറിപ്പോരുത്. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് ആദ്യത്തെ അധ്യക്ഷനാണ് അഥവാ ആദ്യ പ്രസിഡൻ്റാണ്. ഈ സഭ സ്ഥാപിച്ചത് ആരാണ്? അത് VT ഭട്ടതിരിപ്പാടാണ്. പേര് തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ സമത്വ സമാജം രൂപീകരിച്ചതാരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ സാധുജന പരിപാലന സംഘം അല്ലെങ്കിൽ പുലിയ മഹാസഭ രൂപീകരിച്ചതാരാണ്? അത് അയ്യങ്കാളാണ്. അതുപോലെ യോഗക്ഷേമ സഭ രൂപീകരിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധവിവാഹം തടയുക. അഥവാ അന്ന് ഓരോ രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ ഓരോ മേൽജാതിക്കാർക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. ഇതിലെന്താക്കും? അവിടുന്ന് അതിൻ്റെ വയറ്റിൽ കുട്ടികളുണ്ടാക്കിയിട്ട് ഇവരെന്താക്കും? ആ ഭാര്യ അവിടുന്ന് ഉപേക്ഷിക്കും, അതിന് അടുത്ത നോക്കിപ്പോവും. അങ്ങനെ ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. ആർക്ക്? ഒരു വ്യക്തിക്ക് തന്നെ. അതെന്താക്കുക? ഇല്ലാതാക്കുക. അങ്ങനെ ഒരു സിസ്റ്റം തന്നെ വേണ്ട എന്നുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവന്നതായിരുന്നു ഏത്? യോഗക്ഷേമ സഭ. അതുപോലെ തന്നെ വിധവാ വിവാഹം നടപ്പാക്കുക. നമ്മൾ പറഞ്ഞു സതി പോലുള്ള അനാചാരങ്ങൾ പറഞ്ഞു. അഥവാ ഭർത്താവ് മരിച്ചാൽ പിന്നെ ആ സ്ത്രീക്ക് ഒരു വിവാഹ ജീവിതം ചിന്തിക്കാൻ തന്നെ പാടില്ല. അതേസമയത്ത് ഭാര്യ മരിച്ചാണ് ഭർത്താവിന് വേറെ വിവാഹം ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ സ്ത്രീയാണെങ്കിൽ അവർക്ക് വേറെ വിവാഹം ചെയ്യാൻ പാടില്ല. ഇനിയും കുറെ കാര്യങ്ങളിലേക്ക് വന്ന സമയത്ത് ഇവിടെ ഭർത്താവിന് വേറെ കാര്യങ്ങളും നോക്കി വേറെ രീതി, ഭാര്യയ്ക്ക് വേറെ രീതി. ഇവിടെ പിന്നീട് ചെറുപ്പകാലത്ത് ഇപ്പോൾ 18-ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ അവളെന്താ 20-ാം വയസ്സിൽ അവളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് മരണകാലം മുഴുവൻ എന്താക്കാൻ പാടില്ല, അവിടെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ള രീതി എന്താക്കാണ്? മാറ്റുകയാണ്. അതുപോലെ വിധവകൾക്കും വിവാഹം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി VT ഭട്ടതിരിപ്പാട് തന്റെ ലക്ഷ്യങ്ങൾ എന്താക്കുക പൂർത്തീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സഭയാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്. അതുപോലെ വൃദ്ധ വിവാഹം തടയുക. 60 വയസ്സുള്ള ഒരു വൃദ്ധൻ എന്താക്കുകയാണ്? 18 വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹം ചെയ്യാൻ 60 വയസ്സ് 61-ാം വയസ്സിൽ അവിടുന്ന് എന്താക്കുകയാണ്? ആ വൃദ്ധന് മരണപ്പെട്ടു. പിന്നീട് ഈ പെൺകുട്ടിയുടെ വിധവയാണ്. ഈ വിധവ എന്താണ്? പിന്നീട് ഉള്ള ജീവിതകാലം മുഴുവനും വിധവയായിട്ട് തന്നെ ഇങ്ങനെ കഴിയണം. അവിടത്തേക്കൊരു എന്താ പറയുക, തൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വിവാഹ ജീവിതം അവിടുന്ന് ഒന്ന് ആഘോഷിക്കാനോ അല്ലെങ്കിൽ ഒന്നും തന്നെ തരപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. അതൊക്കെ എന്താക്കുക? തടഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടുകൂടെ VT ഭട്ടതിരിപ്പാട് നിർമ്മിച്ച സഭയാണ് യോഗക്ഷേമ സഭ എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്തത് സാമൂഹിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ആദ്യം നമ്മൾ സമത്വ സമാജം പറഞ്ഞു, പ്രാദേശിക പ്രസ്ഥാനത്തിൽ സമത്വ സമാജം പറഞ്ഞു, സാധുജന പരിപാലന സംഘം പറഞ്ഞു അഥവാ പുലിയ മഹാസഭ, പിന്നീട് നമ്മൾ പറഞ്ഞു യോഗക്ഷേമ സഭ. അപ്പോൾ ഈ സഭകളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ക്ലാസ്സാണ് നാളെ വരിക. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ ബാക്കി ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ ഉറപ്പുവരുത്തുക.
അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറുക. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.